ഹിജാബ് ഇട്ടു വന്ന കുട്ടിയെ കണ്ട് പേടിച്ച് കേരളം മുഴുവൻ വിദ്വേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയും ദിവസങ്ങളോളം അതിനെക്കുറിച്ച് ചർച്ചയുണ്ടാവുകയും ഇംഗ്ലീഷ് ഭാഷയും അതിൻ്റെ പ്രയോഗങ്ങളുമൊക്കെ ഒരുപാട് ആളുകളെ ചിരിപ്പിക്കുകയും സ്കൂളിൻ്റെ അന്തരീക്ഷവും അധ്യാപകരുടെ സമീപനവും ഓർത്ത് ഒരുപാട് വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ വേദനിക്കുകയും ചെയ്ത നാളുകൾ ഓർത്തവർക്ക് മുന്നിൽ തൃശ്ശൂരിലെ പാവറട്ടിയിലുള്ള സർ സെയ്ദ് ഇംഗ്ലീഷ് സ്കൂൾ എന്ന സ്കൂളിൽ ദിവസങ്ങൾക്ക് മുമ്പ് രക്ഷകർത്താവിൻ്റെ ഒരു അപേക്ഷ വന്നു. ഞങ്ങളുടെ 2 മക്കൾ മാളികപ്പുറമാണ്. ആദ്യമായി അവർ മല ചവിട്ടുകയാണ്. യോധ്യ, മിഥുല എന്നീ 1-ാം ക്ലാസ്സിലെ 2 മക്കളാണ് അങ്ങനെ മാളികപ്പുറമായി കന്നിമല ചവിട്ടി ശബരിമലയ്ക്ക് പോകാനായിട്ട് പോകുന്നത്. ഈ യൂണിഫോമിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു ഇളവ് നൽകി സവിശേഷമായ വസ്ത്രം ഇനിയുള്ള ദിവസങ്ങളിൽ നൽകാൻ അനുവദിക്കണം. സ്കൂളിന് തടസ്സമൊന്നും ഉണ്ടായില്ല. പ്രിൻസിപ്പൽ അൻവർ സാദിഖിനും അതോടൊപ്പം തന്നെ അധ്യാപകർക്കും മാനേജ്മെൻറ്റിനും ഒന്നും ഒരു തടസ്സവും തോന്നിയില്ല. എന്തിനങ്ങനെ തടസ്സം തോന്നണം? കുട്ടികളിൽ, മനുഷ്യരിലൊക്കെ നല്ല ചിന്തകൾ, നിഷ്കളങ്കമായ വിശ്വാസം അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ്. ഒരുപക്ഷെ അവരതിന് തടസ്സപ്പെടുത്തിയിരുന്നെങ്കിൽ അത് വലിയ തർക്കവും അഭിപ്രായ വ്യത്യാസങ്ങളും വിദ്വേഷവും വെറുപ്പും വെറുതെ അകാരണമായ വിരോധവുമൊക്കെ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുമായിരുന്നു. എന്ന് മാത്രമല്ല, ആ കുഞ്ഞുങ്ങളുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ. അവർക്കെന്ത് വേദന തോന്നും? തങ്ങൾ പഠിക്കുന്ന സ്കൂൾ, തങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇവരൊക്കെയും അത് മനസ്സിലാക്കിയില്ലല്ലോ എന്ന വേദന തോന്നൂലേ? പക്ഷേ ആ സ്കൂൾ ചെയ്തത് തിരിച്ചാണ്. അവർക്ക് അനുമതി നൽകി എന്ന് മാത്രമല്ല, ഇതുകൂടി കാണും. Let's give a big clap for my special congratulations to students. എത്ര കഷ്ടപ്പെട്ടാണ് അവർ പോകുന്നത്. കൂടെ ശബരിമലയിലേക്ക് പോവാണ്. നമ്മുടെ കുട്ടികളാണ്. അവർക്ക് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ഇറ്റ്സ് എ മോറൽ ഡെവലപ്മെന്റ് ആണ്. അവരെ സന്തോഷത്തോടെ സ്കൂളിൽ യാത്രയാക്കുകയാണ്. കൈയടിച്ച്, കൂട്ടുകാരെ കൊണ്ട് പ്രോത്സാഹിപ്പിച്ച്. നാണം കുണുങ്ങി നിൽക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് നാളെ മനോഹരമായി ഓർക്കാൻ എത്ര നല്ല മനോഹരമായ ഓർമ്മയായിരിക്കും ആ നിമിഷം. അതൊക്കെയും നാളെ മാഞ്ഞു പോകുന്നതാണെങ്കിലും മനസ്സിൽ നിറയെ അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ ആ മക്കൾ വളർന്നു വരുമ്പോൾ നാളെ മറ്റേതെങ്കിലും സ്കൂളിൻ്റെ അധ്യാപകരോ അധ്യാപികയോ അല്ലെങ്കിൽ ആ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ വെറുതെ മനുഷ്യന് ദഹിക്കാത്ത ചിരിപ്പിക്കുന്ന ഇംഗ്ലീഷ് പറഞ്ഞ് വെറുപ്പും വിദ്വേഷവും വിതറുന്നതിനപ്പുറത്ത് സ്നേഹത്തിൻ്റെ മാലാഖമാരായി വളർന്നു വരട്ടെ. അവർക്ക് സന്തോഷത്തോടെ തൃപ്തികരമായി മല ചവിട്ടി മടങ്ങി വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നല്ല മക്കളായി വളർന്നു വരട്ടെ.